ഇന്ന് ഞങ്ങൾ കുവൈറ്റിലെ അബ്ദലി എന്ന ഒരു പ്രദേശത്ത് കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇത് പട്ടണത്തിൻ്റേതായിട്ടുള്ള യാതൊരു ശേഷിപ്പുകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല. രണ്ട് ഭാഗത്തും മരുഭൂമികളിലാണ്. റോഡിൽ തിരക്കില്ലാത്തതിനാലും വളരെ വൃത്തിയുള്ള റോഡായതിനാലും വളരെ വേഗത്തിൽ തന്നെ വാഹനം സുഗമമായി ഓടിച്ചു പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. വളരെ കിലോമീറ്ററോളം നിവർന്ന റോഡുകൾ യാത്ര വളരെ സുഗമമാക്കുന്നു. റോഡിന് ഇരുഭാഗങ്ങളിലും കമ്പിവേലി കെട്ടി തിരിച്ചിരിക്കുന്നു. ഇത് ഒരു 6 വരിപ്പാതയാണ്. റോഡിന് 100 മീറ്ററോളം വീതി ഉണ്ട്. വൺവേ റോഡായതിനാൽ അപ്പുറത്തെ പാതയെയും ഇപ്പുറത്തെ പാതയെയും വേർതിരിക്കുന്ന ഡിവൈഡറിൽ വളരെ ഉയരത്തിലുള്ള വഴിവിളക്കുകൾ നമുക്ക് കാണാൻ കഴിയും. പാതയ്ക്കിരുവശവും പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഹാഫ് ലോറികളിൽ വെച്ച് ഭക്ഷണങ്ങളും പാനീയങ്ങളും കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയും. കിലോമീറ്ററോളം ആൾതാമസമില്ലാത്ത ഈ ഒരു പ്രദേശം ഇവിടെ എത്രത്തോളം ജനസാന്ദ്രത കുറവാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. കിലോമീറ്ററുകളോളം നേർരേഖയിലുള്ള റോഡായതിനാൽ ഇവിടെ കിലോമീറ്ററുകൾ താണ്ടുന്നതിന് തന്നെ മിനിറ്റുകൾ തന്നെ മതിയാകും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള ഫ്ലൈ ഓവറുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് വളരെ തിരക്ക് കുറഞ്ഞൊരു പാതയാണ്. ഇതുവരെ ഒരു കാൽനട യാത്രക്കാരെ പോലും ഇതുവഴി നമ്മൾ ഇതേവരെ കണ്ടില്ല. മഞ്ഞുകാലം തുടങ്ങുന്ന സമയമായാൽ ഇതുവഴി പുകമഞ്ഞ് കൊണ്ട് മൂടും. അപ്പോൾ ഇതുവഴി വാഹനങ്ങളുടെ യാത്ര വളരെ ദുഷ്കരമാണ്. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഇവിടെ പൊടിക്കാറ്റ് ഉണ്ടാകാറുണ്ട്. ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ യാത്ര വളരെ ദുർഘടമാക്കുന്നു. ഇപ്പോൾ ചൂട് സമയമായതിനാൽ പുറത്തെ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. പുറത്തെ വീശിയടിക്കുന്ന ഉഷ്ണക്കാറ്റും ഉണ്ട്. ഒരു തീച്ചൂളയ്ക്ക് സമീപം നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് എപ്രകാരമാണോ അതിന് സമാനമാണ് ഇവിടുത്തെ ഈ തീക്കാറ്റും. ചൂടുകാലമായാൽ വാഹനങ്ങളിൽ എയർ കണ്ടീഷൻ ഇല്ലാതെ വളരെ ക്ലേശകരമാണ് യാത്ര. കുവൈറ്റിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ചൂടുകാലമായാൽ ഇവിടെ തുറസായ സ്ഥലത്ത് നിന്നുള്ള ജോലികൾ ചൂടുമൂലം വളരെ ക്ലേശകരമാണ്. അവിടെ നമുക്ക് ധാരാളം ഒട്ടകങ്ങളെയും അവയെ പരിപാലിക്കുന്ന ഇടയന്മാരുടെ കൂടാരങ്ങളും അവരുടെ വാഹനങ്ങളും മറ്റും നമുക്കവിടെ കാണാൻ കഴിയും. അങ്ങ് ദൂരെ നമുക്ക് ഒരു പെട്രോളിയം റിഫൈനറിയും കാണാം. ഇത്തരം പെട്രോളിയം റിഫൈനറികളിലാണ് വിദേശികളിൽ ബഹുഭൂരിപക്ഷവും ജോലി ചെയ്യുന്നത്. എത്രത്തോളം യാതനകൾ സഹിച്ചാണ് ആ ഇടയന്മാർ ഈ കൊടും ചൂടിനെ അതിജീവിക്കുന്നത്. പണ്ടുകാലങ്ങളിൽ മലയാളികൾ ചെയ്തിരുന്ന ഇത്തരം ജോലികൾ ഇപ്പോൾ ചെയ്യുന്നത് മറ്റു രാജ്യക്കാരാണ്. കൂടുതലും ഇത്തരം പണികൾ ചെയ്യുന്നത് ആഫ്രിക്കക്കാരും ഈജിപ്തുകാരുമാണ്. അവർക്ക് മലയാളികളെക്കാൾ കൂടുതൽ കായികക്ഷമതയുണ്ട്. മാത്രമല്ല അവർക്ക് ഇത്തരം കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള ശാരീരിക ക്ഷമതയുമുണ്ട്. എന്നിരുന്നാൽ കൂടി ഇതുപോലെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് അവർ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അവിടെ മരുഭൂമിയുടെ ഉള്ളിലെവിടെയോ പോകുന്നതിനുള്ള ഒരു പാത നമുക്ക് കാണാൻ കഴിയും. ഇത് ഇറാഖ് അതിർത്തിയോട് ചേർന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തു കൂടിയാണ് കുവൈറ്റ് അധിനിവേശ കാലത്ത് സദാമിൻ്റെ സൈന്യം കുവൈറ്റിലേക്ക് പ്രവേശിച്ചത്. അന്നത്തെ ആ ഒരു യുദ്ധത്തിനും എത്രയോ നിരപരാധികളുടെ ജീവത്യാഗത്തിനും ഈ ഒരു മണ്ണ് സാക്ഷിയായിരുന്നിരിക്കണം. ഈ പ്രദേശമെല്ലാം ക്രൂഡ് ഓയിൽ നിക്ഷേപത്താൽ സമൃദ്ധമാണ്. കുവൈറ്റിൻ്റെ വരുമാനത്തിൽ ഏറിയ പങ്കും ഈ ക്രൂഡ് ഓയിൽ നിക്ഷേപങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ഇത്തരം ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ പണിയെടുക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും വിദേശികളാണ്. അവരിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യക്കാരാണ്. ചൂടുകാലമായാൽ ഇത്തരം തുറസായ സ്ഥലത്ത് നിന്നുള്ള പണി വളരെയധികം ദുഷ്കരമാണ്. അപ്പോൾ ഇത്തരം റിഫൈനറികളിലെ പണികൾ രാത്രി ഷിഫ്റ്റിലേക്ക് മാറ്റുന്നു. പകൽ ഉറക്കവും രാത്രി ജോലിക്ക് പോവുകയും വേണം. മെയ് മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ ഇത്തരത്തിൽ 4 മാസം നൈറ്റ് ഷിഫ്റ്റിൽ പണിയെടുക്കേണ്ടി വരുന്നു. ഇത് നമ്മുടെ ഉറക്കത്തെയും ആഹാര സമയക്രമത്തെയും എല്ലാം താളം തെറ്റിക്കുന്നു. പകൽ സമയത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നൈറ്റ് ഷിഫ്റ്റ് തന്നെയാണ് ഏറ്റവും അനുയോജ്യം. ഇത്തരം സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് അടിക്കടി ഉണ്ടാകുന്ന പൊടിക്കാറ്റും സഹിക്കേണ്ടി വരാറുണ്ട്.